ചാപ്റ്റർ 2 മീറ്റിംഗ് ഓഫ് ബോർഡ് ആൻഡ് ഇറ്റ്സ് പവേഴ്സ്. സോ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഒരു കമ്പനിയിൽ നമ്മൾ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുമ്പോൾ എത്ര നമ്പർ ഓഫ് ബോർഡ് മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യണം എന്നുള്ളതാണ്. ടൈപ്പ് ഓഫ് കമ്പനി, ദെൻ എത്ര നമ്പർ കണ്ടക്ട് ചെയ്യണം എന്നുള്ളതാണ് രണ്ട് ബോക്സിലായിട്ട് പറയുന്നത്. സോ ജനറൽ റൂൾ ഫോർ ഓൾ കമ്പനീസ്, എല്ലാ കമ്പനീസിനുള്ള ജനറൽ റൂൾ. ഫസ്റ്റ് ബോർഡ് മീറ്റിംഗ്, അതായത് ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത് വിത്തിൻ 30 ഡേയ്സിനുള്ളിലാണ് ഫസ്റ്റ് ബോർഡ് മീറ്റിംഗ് നമ്മൾ കണ്ടക്ട് ചെയ്യേണ്ടത്. ദെൻ സബ്സിക്വൻറ്റ് ബോർഡ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യേണ്ടത് ഒരു കലണ്ടർ ഇയറിൽ മിനിമം 4 ബോർഡ് മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യണം. അതായത് ഒരു കണ്ടീഷനോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ബോർഡ് മീറ്റിംഗ്സ് തമ്മിലുള്ള മാക്സിമം ഗ്യാപ്പ് എന്ന് പറയുന്നത് 120 ഡേയ്സ് മാത്രമായിരിക്കണം. അപ്പോൾ എങ്ങനെയാണ് ഫസ്റ്റ് ബോർഡ് മീറ്റിംഗ് എപ്പോഴാണ് കണ്ടക്ട് ചെയ്യേണ്ടത്? ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത് വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ ഫസ്റ്റ് ബോർഡ് മീറ്റിംഗ് നമ്മൾ കണ്ടക്ട് ചെയ്യണം. ശേഷം മിനിമം 4 ബോർഡ് മീറ്റിംഗ്സ് ആ കലണ്ടർ ഇയറിൽ നമ്മൾ കണ്ടക്ട് ചെയ്യണം. പിന്നീട് അങ്ങോട്ടുള്ള സബ്സിക്വൻറ്റ് കലണ്ടർ ഇയേഴ്സിലും മിനിമം 4 ബോർഡ് മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യണം. ഓരോ ബോർഡ് മീറ്റിംഗ്, അതായത് 2 ബോർഡ് മീറ്റിംഗ് തമ്മിലുള്ള മാക്സിമം ഗ്യാപ്പ് എന്ന് പറയുന്നത് 120 ഡേയ്സ് ആയിരിക്കണം. പിന്നെ സെക്ഷൻ 8 കമ്പനീസിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 മീറ്റിംഗ് ഇൻ എവറി 6 കലണ്ടർ മന്ത്സ്, അതായത് ഓരോ 6 കലണ്ടർ മന്ത്സിലും അറ്റ്ലീസ്റ്റ് 1 ബോർഡ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണം. ദെൻ മോർ ദാൻ 1 ഡയറക്ടേഴ്സ് ഉള്ള 1 പേഴ്സൺ കമ്പനി ആണെന്നുണ്ടെങ്കിൽ സ്മാൾ കമ്പനി, ഡോമൻ കമ്പനി, പ്രൈവറ്റ് കമ്പനി, അറ്റ്ലീസ്റ്റ് 1 മീറ്റിംഗ് ഇൻ ഈച്ച് ഹാഫ് ഓഫ് കലണ്ടർ ഇയർ ആൻഡ് ഗ്യാപ്പ് ഇസ് നോട്ട് ലെസ് ദാൻ 90 ഡേയ്സ്. അതായത് ഒരു കലണ്ടർ ഇയറിൻ്റെ ഈച്ച് ഹാഫിൽ, അതായത് 6 മന്ത്സ് ഹാഫിൽ അറ്റ്ലീസ്റ്റ് 1 ബോർഡ് മീറ്റിംഗ് ആണ് കണ്ടക്ട് ചെയ്യേണ്ടത്. ആ 2 ബോർഡ് മീറ്റിംഗ് തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് നോട്ട് ലെസ് ദാൻ 90 ഡേയ്സ്, 90 ഡേയ്സിനുള്ളിൽ കുറയാൻ പാടില്ല. ദെൻ ഒരു ഡയറക്ടർ മാത്രമുള്ള 1 പേഴ്സൺ കമ്പനി ആണെന്നുണ്ടെങ്കിൽ ബോർഡ് മീറ്റിംഗ്സിൻ്റെ റിക്വയർമെൻറ്റ് ഇല്ല, കാരണം ഒരു ഡയറക്ടറേ ഉള്ളൂ. സോ അവിടെ മീറ്റിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. ദെൻ ഈസ് ഇറ്റ് മാൻഡറ്ററി ഫോർ എ ഡയറക്ടർ ടു അറ്റൻഡ് ഓൾ ദ ബോർഡ് മീറ്റിംഗ്സ്? ഒരു ഡയറക്ടറിന് എല്ലാ ബോർഡ് മീറ്റിംഗ്സും അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് മാൻഡറ്ററി ആണോ, നിർബന്ധമാണോ എന്നുള്ളത്? നോ. പക്ഷേ എല്ലാ ബോർഡ് മീറ്റിംഗ്സും അറ്റൻഡ് ചെയ്യേണ്ടത് മാൻഡറ്ററി അല്ലെങ്കിൽ പോലും സെക്ഷൻ 167 പ്രകാരം, അതായത് സെക്ഷൻ 167 ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഡയറക്ടർ അയാളുടെ പൊസിഷൻ നഷ്ടപ്പെടുന്ന ചില റീസൺസ് അല്ലെങ്കിൽ സിറ്റുവേഷൻസ്, അയാളുടെ ഓഫീസ് വേക്കേറ്റ് ചെയ്യേണ്ട ചില സിറ്റുവേഷൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിലുള്ള ഒരു സിറ്റുവേഷനാണ് എ ഡയറക്ടർ ഷാൾ ഹാവ് ടു വേക്കേറ്റ് ഹിസ് ഓഫീസ് ഇഫ് ഹി ആബ്സെൻസ് ഹിംസെൽഫ് with or without obtaining leave of absence from the board from all the board meetings held within a period of 12 months. അതായത് ഒരു 12 months കലണ്ടർ ഇയറിൽ നടത്തിയ എല്ലാ ബോർഡ് മീറ്റിംഗ്സിലും ആൾ ആബ്സെൻ്റ് ആണെന്നുണ്ടെങ്കിൽ വിത്ത് ഓർ വിത്തൗട്ട് ഒബ്റ്റെയിനിങ് ലീവ് ഓഫ് ആബ്സെൻസ് ഫ്രം ദ ബോർഡ്, ലീവ് ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആൾ ആബ്സെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഡയറക്ടർ എന്ത് ചെയ്യണം? ഷാൾ വേക്കേറ്റ് ഹിസ് ഓഫീസ്, ആളുടെ ഓഫീസ് വേക്കേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആളുടെ പൊസിഷൻ നഷ്ടപ്പെടും, ഡയറക്ടർ എന്നുള്ള പൊസിഷൻ നഷ്ടപ്പെടും. സോ എല്ലാ ബോർഡ് മീറ്റിംഗ്സും അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് മാൻഡറ്ററി അല്ല. പക്ഷേ ഒരു കലണ്ടർ ഇയറിൽ നടക്കുന്ന എല്ലാ ബോർഡ് മീറ്റിംഗ്സിലും ആൾ ആബ്സെൻ്റ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു ബോർഡ് മീറ്റിംഗ് പോലും ആൾ അറ്റൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആൾ എന്ത് ചെയ്യും? ഡയറക്ടർ പൊസിഷനിൽ നിന്ന് വേക്കേറ്റ് ആവും. Then, if a company is incorporated on 1st January 2022, as per law, how many minimum meetings would be required in a calendar year 2022? അതായത് ജനുവരി 1, 2022 ഇൻകോർപ്പറേറ്റ് ചെയ്ത ഒരു കമ്പനിയെ സംബന്ധിച്ച് 2022 കലണ്ടർ ഇയറിൽ എത്ര ബോർഡ് മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. മിനിമം 5 മീറ്റിംഗ്സ്, അതായത് 1 വിത്തിൻ 30 ഡേയ്സ്, അതായത് ഇൻകോർപ്പറേറ്റ് ചെയ്ത് വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ ഒരു ബോർഡ് മീറ്റിംഗ് ഉണ്ടായിരിക്കണം, പ്ലസ് 4 മോർ ഇൻ ദ കലണ്ടർ ഇയറിൽ. അപ്പോൾ ശരിക്കും ഒരു കലണ്ടർ ഇയറിൽ മിനിമം 4 ബോർഡ് മീറ്റിംഗ്സ് ആണ് കണ്ടക്ട് ചെയ്യേണ്ടത്. പക്ഷേ ഇൻകോർപ്പറേറ്റ് ചെയ്ത കമ്പനി ആണെന്നുണ്ടെങ്കിൽ, അതായത് ന്യൂലി ഇൻകോർപ്പറേറ്റ് ചെയ്ത കമ്പനീൻ്റെ കേസിൽ ഈ 4 ബോർഡ് മീറ്റിങ്ങിന് പുറമെ 30 ഡേയ്സിനുള്ളിൽ ഒരു മാൻഡേറ്ററി ആയിട്ട് ഒരു ബോർഡ് മീറ്റിംഗ് വേറെ കണ്ടക്ട് ചെയ്യണം. സോ ടോട്ടൽ ആ കലണ്ടർ ഇയറിൽ 5 ബോർഡ് മീറ്റിംഗ്സ് ആണ് ഉണ്ടാവുക. കോവിഡ് റിലാക്സേഷൻ ഗ്യാപ്പ് മേ ബി എക്സ്റ്റെൻഡ് ടു 180 ഡേയ്സ്, അതായത് കോവിഡിൻ്റെ സമയത്ത് 120 ഡേയ്സ് എന്നുള്ള ഗ്യാപ്പ് 180 ഡേയ്സ് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ പാർട്ടിസിപ്പേഷൻ ഇൻ ബോർഡ് മീറ്റിംഗ്, എ ഡയറക്ടർ മേ അറ്റൻഡ് ബോർഡ് മീറ്റിംഗ്, ഒരു ഡയറക്ടറിന് ബോർഡ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാം. എങ്ങനെയൊക്കെ? ഇൻ പേഴ്സൺ ഓർ ത്രൂ വീഡിയോ കോൺഫറൻസിങ് ഓർ ത്രൂ ദ അതർ ഓഡിയോ വിഷ്വൽ മീൻസ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. ഇൻ പേഴ്സൺ ഫിസിക്കലി പ്രസൻ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും, വീഡിയോ കോൺഫറൻസ് വഴിയോ അല്ലെങ്കിൽ മറ്റ് ഓഡിയോ വിഷ്വൽ മീൻസ് വഴിയോ ബോർഡ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ദെൻ ഓഡിയോ വിഷ്വൽ എങ്ങനെയൊക്കെ ആയിരിക്കണം? ഷുഡ് ബി capable ഓഫ് റെക്കോർഡിംഗ് ആൻഡ് റെക്കഗ്നൈസിങ് ദ പാർട്ടിസിപ്പേഷൻ ഓഫ് ദ ഡയറക്ടേഴ്സ്, ഡയറക്ടേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ദെൻ മീറ്റിംഗ്സിൻ്റെ പ്രൊസീഡിങ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റണം,
എലോങ് വിത്ത് ഡേറ്റ് ആൻഡ് ടൈം, ഡേറ്റും ടൈമും സ്പെസിഫൈ ചെയ്തിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റണം. ദെൻ വീഡിയോ കോൺഫറൻസ് അല്ലെങ്കിൽ ഓഡിയോ വിഷ്വൽ മീൻസ് വഴി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. കമ്പനി ടു മേക്ക് നെസസറി അറേഞ്ച്മെൻറ്റ്സ്, കമ്പനി എന്ത് ചെയ്യണം, അതായത് നമുക്കറിയാം ഡിജിറ്റൽ മോഡുമായി നമ്മൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നെറ്റ്വർക്ക് ഫെയിലേഴ്സ് ഉണ്ടാവും, ക്ലാരിറ്റീൻ്റെ പ്രശ്നം, അതായത് ചിലപ്പം സ്റ്റക്കായി പോകുന്ന പ്രശ്നം, അല്ലെങ്കിൽ മറ്റു ഡയറക്ടേഴ്സ് പറയുന്നത് നമുക്ക് കേൾക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് മറ്റു ഡയറക്ടേഴ്സിന് കേൾക്കുന്നില്ല, അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നെസസറി അറേഞ്ച്മെൻറ്റ്സും ഫെസിലിറ്റീസും ആര് പ്രൊവൈഡ് ചെയ്യണം, കമ്പനീസ് പ്രൊവൈഡ് ചെയ്യണം. ഇന്ന കമ്പനി എന്ന് പറയുന്നതില്ല, എല്ലാ കമ്പനീസും എന്ത് ചെയ്യണം, ഈ പറഞ്ഞ നെസസറി അറേഞ്ച്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യണം. അതായത് നോ എക്സെപ്ഷൻ ടു ദിസ്, എവറി കമ്പനി വെദർ പ്രൈവറ്റ് ആയിക്കോട്ടെ പബ്ലിക് ആയിക്കോട്ടെ ഷാൾ മേക്ക് സച്ച് അറേഞ്ച്മെൻറ്റ്സ്. ദെൻ ചെയർപേഴ്സൺ ആൻഡ് ദ കമ്പനി സെക്രട്ടറി താഴെ പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ രണ്ടാളുകൾ ശ്രദ്ധിക്കണം. സേഫ് ഗാർഡ് ദ ഇൻറ്റഗ്രിറ്റി ഓഫ് ദി മീറ്റിംഗ്, മീറ്റിങ്ങിൻ്റെ ഇൻറ്റഗ്രിറ്റി സേഫ് ഗാർഡ് ചെയ്യണം. സെക്യൂരിറ്റി, സഫീഷ്യൻറ്റ് സെക്യൂരിറ്റി ഉണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യണം. പിന്നെ എൻഷുർ അവൈലബിലിറ്റി ഓഫ് പ്രോപ്പർ വീഡിയോ കോൺഫറൻസ്, അതായത് ഈ പറഞ്ഞ ഡയറക്ടേഴ്സിന് എഫക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ എക്യുപ്മെൻറ്റ്സും ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. ദെൻ റെക്കോർഡ് പ്രൊസീഡിങ്സ് ആൻഡ് പ്രിപ്പയർ ദി മിനിറ്റ്സ് ഓഫ് ദി മീറ്റിംഗ്, മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് പ്രിപ്പയർ ചെയ്യണം, അതിന് വേണ്ടിയിട്ട് പ്രൊസീഡിങ്സ് എല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കണം. ദെൻ ആ ഒരു പർട്ടിക്കുലർ ഇയറിൻ്റെ ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെയെങ്കിലും ഈ പറഞ്ഞ മീറ്റിങ്സിൻ്റെ ഈ ഓഡിയോ കോൺഫറൻസ് വഴി മീറ്റിംഗ് നടത്തിയേണ്ട ആ ഒരു റെക്കോർഡിങ് കീപ്പ് ചെയ്യണം. ദെൻ എൻഷുർ ദാറ്റ് നോ പേഴ്സൺ അതർ ദാൻ കൺസേൺഡ് ഡയറക്ടർ ഈസ് അറ്റൻഡിങ്, അതായത് നമുക്കറിയാം ഇപ്പോൾ വീഡിയോ കോൺഫറൻസ് വഴി അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പം ബാക്കിലിരുന്നോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഇരുന്നിട്ട് വേറൊരാളും കൂടെ ആ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ ഇൻറ്റഗ്രിറ്റി നഷ്ടപ്പെടും, അല്ലെങ്കിൽ അതിൻ്റെ സെക്യൂരിറ്റി നഷ്ടപ്പെടും. സോ വേറൊരു ഡയറക്ടറിനോ വേറൊരു പേഴ്സൺ, ഈ പറഞ്ഞ ഓതറൈസ്ഡ് പേഴ്സണോ അല്ലെങ്കിൽ ഡയറക്ടർ അല്ലാതെ വേറൊരു പേഴ്സൺ ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഇനി ഈ കേസിൽ അതായത് ഡിഫറെൻ്റ്ലി ഏബിൾഡ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഒരു കമ്പാനിയനെ എന്ത് ചെയ്യാം, റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും. ഡിഫറെൻ്റ്ലി ഏബിൾഡ് പേഴ്സണ് ഒരുപക്ഷെ ആൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ആൾക്ക് വേറൊരാളെ ഓതറൈസ് ചെയ്ത് വെക്കാൻ പറ്റും. ദെൻ എൻഷുർ ദാറ്റ് പാർട്ടിസിപ്പൻസ് അറ്റൻഡിങ് ദ മീറ്റിംഗ് ത്രൂ ഓഡിയോ വിഷ്വൽ മീൻസ് ആർ എബിൾ ടു ഹിയർ, നേരത്തെ പറഞ്ഞതുപോലെ മറ്റ് പാർട്ടിസിപ്പൻസ് പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും കാണാനും, കൃത്യമായിട്ട് കേൾക്കാനും കാണാനും പറ്റുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തണം. ദെൻ മീറ്റിംഗ് തുടങ്ങുന്ന സമയത്ത് ചെയർപേഴ്സൺ എന്ത് ചെയ്യണം, റോൾ കാൾ കണ്ടക്ട് ചെയ്യണം. അപ്പോൾ ആ സമയത്ത് എല്ലാ ഡയറക്ടറും അറ്റൻഡിങ് വിയ വീഡിയോ കോൺഫറൻസ് ഓർ ഓഡിയോ വിഷ്വൽ ടു സ്റ്റേറ്റ് നെയിം സ്പെസിഫൈ ചെയ്യണം. ദെൻ ഏത് ലൊക്കേഷനിലാണ് ആൾ മീറ്റിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതെന്നുള്ളത് സ്പെസിഫൈ ചെയ്യണം. ദെൻ അജണ്ട ആൻഡ് റിലവൻറ്റ് മെറ്റീരിയൽ ഓഫ് മീറ്റിംഗ് റെക്കോർഡഡ്. Then no one other than him is attending or has access to this meeting. ഈ മീറ്റിങ്ങിലേക്ക് വേറൊരാൾക്ക് ആക്സസോ അല്ലെങ്കിൽ ഈ മീറ്റിംഗ് വേറൊരാൾ അയാളല്ലാതെ മറ്റൊരാൾ അറ്റൻഡ് ചെയ്യുന്നില്ല എന്നുള്ളത് സ്റ്റേറ്റ് ചെയ്യണം. ദെൻ ചെയർപേഴ്സണോ അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറിയോ റോൾ കാളിന് ശേഷം എന്ത് ചെയ്യണം, മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാത്ത ആളുകളുടെ നെയിംസ് അതർ ദാൻ ഡയറക്ടേഴ്സ് അറ്റൻഡിങ് സച്ച് മീറ്റിംഗ്, അതായത് ഡയറക്ടേഴ്സ് അല്ലാത്ത മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്ന മറ്റാളുകളുടെ നെയിം എന്ത് ചെയ്യണം, സ്പെസിഫൈ ചെയ്യണം. ആൻഡ് കൺഫേം ദാറ്റ് റിക്കോർഡ് കോറം ഈസ് പ്രസൻറ്റ്, റിക്വയർഡ് ആയിട്ടുള്ള കോറം റിക്വയർമെൻറ്റ് കൺഫേം ചെയ്യണം. ദെൻ കോറത്തിന് വേണ്ടിയിട്ട് നമ്മൾ നമ്പർ ഓഫ് പേഴ്സണിനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഡാറ്റ പാർട്ടിസിപ്പേറ്റിംഗ് ത്രൂ വീഡിയോ കോൺഫറൻസ് അല്ലെങ്കിൽ ഓഡിയോ വിഷ്വൽ വഴി അറ്റൻഡ് ചെയ്യുന്ന ഡയറക്ടേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. Then, if a motion is objected and needed to be put to vote, ഏതെങ്കിലും ഒരു മോഷൻ, ഒരു ഡിസിഷനോ അല്ലെങ്കിൽ ഒരു ഒപ്പീനിയനോ ഒബ്ജക്റ്റ് ചെയ്തു അല്ലെങ്കിൽ നീഡഡ് ടു ബി പുട്ട് ടു വോട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചെയർപേഴ്സൺ ടു റോൾ കാൾ ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഓരോ ഡയറക്ടറിൻ്റെയും വോട്ട് നോട്ട് ചെയ്യണം. ദെൻ അജണ്ട കഴിഞ്ഞതിന് ശേഷം അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് അജണ്ട ഐറ്റം, ഓരോ അജണ്ട ഐറ്റം കഴിഞ്ഞതിന് ശേഷം ചെയർപേഴ്സൺ to announce summary of decision made along with the name of dissenting partners. ഓക്കെ, ഏത് അവസാനം എടുത്ത ഡെസിഷൻ്റെ ഒരു സമ്മറി എന്ത് ചെയ്യണം, അനൗൺസ് ചെയ്യണം. അലോങ് വിത്ത് ഡിസെൻഡിങ് ഡയറക്ടേഴ്സിൻ്റെ നെയിം കൂടി അവിടെ സ്പെസിഫൈ ചെയ്യണം. ദെൻ മിനിറ്റ്സ് ഓഫ് ദ മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് പ്രിപ്പയർ ചെയ്യേണ്ട രീതി. മിനിറ്റ്സ് ഷാൾ ഡിസ്ക്ലോസ് പർട്ടിക്കുലേഴ്സ് ഓഫ് ദ ഡയറക്ടർ ഹു അറ്റൻഡഡ് ദ മീറ്റിംഗ്. ഈ പറഞ്ഞ വീഡിയോ കോൺഫറൻസ് അല്ലെങ്കിൽ ഓഡിയോ വിഷ്വൽ മീൻസ് വഴി അറ്റൻഡ് ചെയ്ത ഡയറക്ടേഴ്സിൻ്റെ ഡീറ്റെയിൽസും എന്ത് ചെയ്യണം, മിനിറ്റ്സിൽ ഡിസ്ക്ലോസ് ചെയ്യണം. ഡ്രാഫ്റ്റ് മിനിറ്റ്സ് ഷാൽ ബി പ്രിസർവ്ഡ് ടിൽ ദെയർ കൺഫർമേഷൻ.
മിനിറ്റ്സ് ഡ്രാഫ്റ്റ് ചെയ്തിട്ട് അവരുടെ കൺഫർമേഷൻ കിട്ടുന്നത് വരെ എന്ത് ചെയ്യണം, ആ മിനിറ്റ്സ് പ്രിസർവ് ചെയ്ത് വെക്കണം. ഇറ്റ് ഷാൾ ബി സർക്കുലേറ്റഡ് എമംഗ് ആൾ ഡയറക്ടേഴ്സ് വിത്തിൻ 15 days ഓഫ് മീറ്റിംഗ്സ് എയ്തർ ഇൻ റൈറ്റിംഗ് ഓർ ഇ മോഡ്. എല്ലാ ഡയറക്ടേഴ്സിനും എന്ത് ചെയ്യണം, ഈ മിനിറ്റ്സ് എല്ലാ ഡയറക്ടേഴ്സിൻ്റെ ഇടയിലും സർക്കുലേറ്റ് ചെയ്യണം. വിത്തിൻ 50 days ഓഫ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്ത് വിത്തിൻ 15 daysനുള്ളിൽ എന്ത് ചെയ്യണം, സർക്കുലേറ്റ് ചെയ്യണം. അത് രണ്ട് രീതിയിലായിരിക്കും, ഇൻ റൈറ്റിംഗ് ആയിരിക്കാം അല്ലെങ്കിൽ ഈ മോഡ് ഡിജിറ്റൽ മോഡിലും ആയിരിക്കാം. ദ നോൺ റെസിപ്റ്റ്, ഓക്കെ, ഈ മിനിറ്റ്സിൻ്റെ ഡ്രാഫ്റ്റ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഡയറക്ടേഴ്സും എന്ത് ചെയ്യണം, വിത്തിൻ 7 days ഓഫ് റെസിപ്റ്റ്, അത് കിട്ടി 7 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, ഒന്നുകിൽ അത് കൺഫേം ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്ജക്ഷൻസോ എന്തെങ്കിലും കാര്യങ്ങൾ കമൻസോ പറയാനുണ്ടെങ്കിൽ അത് റൈറ്റിംഗ് ആയിട്ട് കൊടുക്കണം. ദെൻ എബൌട്ട് അക്യുറസി ഓഫ് ഡ്രാഫ്റ്റ് മിനിറ്റ്സ് ഡ്രാഫ്റ്റ് ചെയ്തതിൻ്റെ അക്യുറസിനെ കുറിച്ച് എന്തെങ്കിലും കമൻസ് പറയാനുണ്ടെന്നുണ്ടെങ്കിൽ അത് പറയണം. ദെൻ ഫെയിലിംഗ് വിച്ച് ഹിസ് അപ്രൂവൽ ഷാൾ ബി പ്രിസ്യൂംഡ്. ഒന്നും റിപ്ലൈ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് കൺഫർമേഷൻ കൊടുത്തിട്ടില്ല, കമൻസും കൊടുത്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വിത്തിൻ 7 daysനുള്ളിൽ യാതൊരുവിധ കമ്മ്യൂണിക്കേഷനും ഇല്ല എന്നുണ്ടെങ്കിൽ അത് അപ്രൂവൽ ചെയ്ത പോലെ പ്രിസ്യൂം ചെയ്യപ്പെടും. ദെൻ മിനിറ്റ്സ് ഷാൾ ബി എൻറ്റേർഡ് ഇൻ ദ മിനിറ്റ് ബുക്ക് സൈൻഡ് ബൈ ദ ചെയർപേഴ്സൺ. മിനിറ്റ് ബുക്കിൽ എന്ത് ചെയ്യണം, ഈ മിനിറ്റ്സ്, അതായത് അപ്രൂവ് ചെയ്ത അല്ലെങ്കിൽ എല്ലാ ഡയറക്ടേഴ്സും കൺഫേം ചെയ്ത ഈ മിനിറ്റ്സ് എന്ത് ചെയ്യണം, മിനിറ്റ് ബുക്കിൽ എൻ്റർ ചെയ്തിട്ട് ചെയർപേഴ്സൺ അത് സൈൻ ചെയ്യണം. The notice of board meeting. Notice to be given in writing at least 7 days before the meeting. മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ വിചാരിച്ചിരിക്കുന്ന ഡേറ്റിന് മുമ്പ് അറ്റ്ലീസ്റ്റ് 7 days മുമ്പെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, നോട്ടീസ് കൊടുക്കണം. എല്ലാ ഡയറക്ടേഴ്സിനും നോട്ടീസ് കൊടുക്കണം. ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണമെന്നുള്ളതിൻ്റെ നോട്ടീസ് കൊടുക്കണം. ടു ആൾ ഡയറക്ടേഴ്സ് അറ്റ് ഹിസ് അഡ്രസ് രജിസ്റ്റേർഡ് വിത്ത് കമ്പനി. കമ്പനിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു അഡ്രസ്സ് ഉണ്ടാവും. ആ അഡ്രസ്സിലേക്ക് എന്ത് ചെയ്യണം, എല്ലാ ഡയറക്ടേഴ്സിൻ്റെ ഒരു അഡ്രസ്സ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവില്ല, ആ അഡ്രസ്സിലേക്ക് ആ നോട്ടീസ് സെൻഡ് ചെയ്യണം. ഹാൻഡ് ഡെലിവറി ആയിട്ട് സെൻഡ് ചെയ്യാം, പോസ്റ്റ് വഴി സെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇലക്ട്രോണിക് മീൻസ്, ഇപ്പോൾ വാട്സപ്പും ഇൻസ്റ്റഗ്രാമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഏത് യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും നോട്ടീസ് സെൻഡ് ചെയ്യാൻ പറ്റും. ദെൻ ബോർഡ് മീറ്റിംഗ് മേ ബി കാൾഡ് ഓൺ എ ഷോർട്ട് നോട്ടീസ്. അതായത് ഇപ്പോൾ 7 days മിനിമം ഗ്യാപ്പ് വേണമെന്നാണ് പറയുന്നത്. അതായത് നോട്ടീസ് അയച്ച് 7 days കഴിഞ്ഞതിന് ശേഷം മാത്രമേ ബോർഡ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ പാടുള്ളൂ. അതായത് എന്നാണോ നമ്മൾ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാനൊരു ഡേറ്റ് ഫിക്സ് ചെയ്യുന്നത്, ആ ഡേറ്റിന് മുമ്പ് 7 ദിവസം മുമ്പെങ്കിലും നമ്മൾ നോട്ടീസ് അയക്കണം. പക്ഷേ ചില കേസിൽ അർജൻറ്റായിട്ട് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരും. ആ സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, ലെസ് ദാൻ 7 days കുറഞ്ഞ ആ ഒരു ഷോർട്ട് നോട്ടീസ് കൊടുക്കാൻ പറ്റും. സച്ച് മീറ്റിംഗ് ഈസ് ടു ട്രാൻസാക്ട് അർജൻറ്റ് ബിസിനസ്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ അർജൻറ്റായിട്ടുള്ള ഒരു കാര്യം ഡിസ്കസ് ചെയ്യാൻ അല്ലെങ്കിൽ അർജൻറ്റായിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ്റെ കേസ് പറയാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു ബോർഡ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ പറ്റും. അറ്റ്ലീസ്റ്റ് വൺ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ഇഫ് എനി ഷാൾ ബി പ്രസൻറ്റ് ഇൻ ദ മീറ്റിംഗ്. ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറെങ്കിലും ആ മീറ്റിങ്ങിൽ പ്രസൻറ്റ് ആയിരിക്കണം. ഇഫ് നോ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ അറ്റൻഡ് സച്ച് മീറ്റിംഗ്, ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ പോലും ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടില്ല എങ്കിൽ ഡിസിഷൻ ടേക്കൺ ഇൻ സച്ച് മീറ്റിംഗ് ഷാൾ ബി സർക്കുലേറ്റഡ് ടു ഓൾ ഡയറക്ടേഴ്സ് ആൻഡ് ബി റാറ്റിഫൈഡ് ബൈ അറ്റ്ലീസ്റ്റ് വൺ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ. അതായത് ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറും ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ മീറ്റിങ്ങിൽ എടുത്ത ഡിസിഷൻ എല്ലാ ഡയറക്ടേഴ്സിനും എന്ത് ചെയ്യണം, സർക്കുലേറ്റ് ചെയ്യാൻ വേണം. മാത്രമല്ല ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറെങ്കിലും അത് റാറ്റിഫൈ ചെയ്യണം. ഇഫ് കമ്പനി ഹാസ് നോട്ട് അപ്പോയിൻറ്റഡ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ, ചില കമ്പനീസിൻ്റെ കേസിൽ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ അറ്റൻഡ് ചെയ്യേണ്ടത് മാൻഡറ്ററി അല്ല. സോ ആ കമ്പനീസ് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനത്തെ കേസാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് നോട്ടീസ് ഈസ് വാലിഡ് ഇഫ് സച്ച് മീറ്റിംഗ് ഈസ് ടു ട്രാൻസാക്ട് അർജൻറ്റ് ബിസിനസ്. ഓക്കെ, അങ്ങനത്തെ കേസിൽ ഷോർട്ട് നോട്ടീസ് വാലിഡ് ആണ്. ആ മീറ്റിംഗ് എന്തിനു വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഈസ് ടു ട്രാൻസാക്ട് അർജൻറ്റ് ബിസിനസ് ട്രാൻസാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ആ കേസിൽ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറിന് റാറ്റിഫിക്കേഷനും നിർബന്ധമില്ല. The notice to include following points related to video conference or audio visual means a statement informing directors regarding option to participate via. അതായത് വീഡിയോ കോൺഫറൻസുമായി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആ നോട്ടീസിൽ കൊടുത്തിരിക്കണം. Then data intending to participate via video conference or audio visual means to communicate his intention to the chairperson or the company secretary and give prior intimation to the company to enable the company to make suitable arrangements. അതായത് ഏതെങ്കിലും ഒരു ഡയറക്ടർ വീഡിയോ കോൺഫറൻസ് വഴിയോ അല്ലെങ്കിൽ ഓഡിയോ വിഷ്വൽ വഴിയോ മീറ്റിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാളുടെ ഇൻറ്റൻഷൻ എന്ത് ചെയ്യണം, ചെയർപേഴ്സണെയോ അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറിയോ മുന്നേ തന്നെ അറിയിക്കണം.
എന്നാൽ മാത്രമേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ പറഞ്ഞത് കമ്പനി ഈ പറഞ്ഞ ഡയറക്ടേഴ്സിന് ആവശ്യമായിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ഈ പറഞ്ഞ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഡയറക്ടേഴ്സ് നേരത്തെ തന്നെ കമ്പനിയെ ഇൻറ്റിമേറ്റ് ചെയ്യണം. ദെൻ ഡയറക്ടർ intending to participate intimate about such participation at beginning of each calendar year. ഓരോ കലണ്ടർ ഇയറിൻ്റെ ബിഗിനിങ്ങിലും ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഇൻറ്റിമേറ്റ് ചെയ്യാൻ പറ്റും. സച്ച് ഡിക്ലറേഷൻ ഷാഡ് ബി വാലിഡ് ഫോർ 1 year. സച്ച് ഡിക്ലറേഷൻ നോട്ട് ടു ബി ഡിബാർ ഫ്രം അറ്റൻഡിങ് ഇൻ പേഴ്സൺ ഓഫ് ഇഫ് ഹി ഇൻറ്റിമേറ്റ്സ് സഫിഷ്യൻ്റ്ലി ഇൻ അഡ്വാൻസ്. അതായത് ഇപ്പോൾ ഒരു ഡയറക്ടർ എപ്പോഴും അബ്രോഡ് ആണെന്നുണ്ടെങ്കിൽ ആ ആൾക്ക് എന്ത് ചെയ്യാം, ആ കലണ്ടർ ഇയറിൻ്റെ ഫസ്റ്റ് തന്നെ തുടക്കത്തിൽ തന്നെ ഇൻറ്റിമേറ്റ് ചെയ്യാൻ പറ്റും. എന്ത്, ഞാൻ ഈ വർഷം നടക്കാൻ പോകുന്ന ബോർഡ് മീറ്റിങ്സിലെല്ലാം വീഡിയോ കോൺഫറൻസ് വഴിയായിരിക്കും അറ്റൻഡ് ചെയ്യുന്നത് എന്നുള്ളത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, തുടക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓരോ ബോർഡ് മീറ്റിങ്ങും കണ്ടക്ട് ചെയ്യുമ്പോഴും അത് സ്പെസിഫിക് ആയിട്ട് വീണ്ടും എന്ത് ചെയ്യേണ്ട, ഇൻറ്റിമേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതൊരു 1 ഇയറിന് അതെന്താണ്, ആ ഡിക്ലറേഷൻ വാലിഡാണ്. പക്ഷേ അങ്ങനെ ഒരു വർഷത്തേക്ക് ഡിക്ലെയർ ചെയ്തു എന്ന് വിചാരിച്ച് ആ വർഷം നടക്കുന്ന ഏതെങ്കിലും ഒരു ബോർഡ് മീറ്റിങ്ങിൽ ഇൻ പേഴ്സൺ ആയിട്ട് ആൾക്ക് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, ആൾക്ക് അറ്റൻഡ് ചെയ്യുന്നതിൽ പ്രശ്നമൊന്നുമില്ല. സച്ച് ഡിക്ലറേഷൻ നോട്ട് ഡിബാർ ഹിം ഫ്രം അറ്റൻഡിങ് ഇൻ പേഴ്സണായിട്ട് അറ്റൻഡ് ചെയ്യുന്നതിൽ നിന്ന് അയാളെ ഡിബാർ ചെയ്യത്തൊന്നുമില്ല. ഇഫ് ഹി ഇൻറ്റിമേറ്റ്സ് സഫിഷ്യൻ്റ്ലി ഇൻ അഡ്വാൻസ് ആയിട്ട് ആൾക്ക് പറയാണ്, ഈ അടുത്ത് നടക്കാൻ പോകുന്ന മീറ്റിങ്ങിന് ഞാൻ പേഴ്സണായിട്ടാണ് അറ്റൻഡ് ചെയ്യുന്നതെന്ന് ഇൻറ്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേഴ്സണായിട്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. സോ എങ്ങനെയാണ് പറയുന്നത്, നോട്ടീസിൽ വീഡിയോ കോൺഫറൻസ് വഴി അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് സ്പെസിഫൈ ചെയ്യണം. അങ്ങനെ അറ്റൻഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഡയറക്ടേഴ്സ് എന്ത് ചെയ്യണം, ചെയർപേഴ്സണെ അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറിയോ അതെന്ത് ചെയ്യണം, നേരത്തെ തന്നെ ഇൻറ്റിമേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ ഈ പറഞ്ഞ കമ്പനിക്ക് അതിനാവശ്യമായിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സും ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ചില ഡയറക്ടേഴ്സിന് ചിലപ്പോൾ എന്തായിരിക്കും, ആ ഒരു വർഷം മുഴുവൻ ചിലപ്പോൾ വീഡിയോ കോൺഫറൻസ് വഴി മാത്രമേ അറ്റൻഡ് ചെയ്യാൻ പറ്റൂ എന്നുള്ളത് നമുക്ക് നേരത്തെ, അതായത് ഇപ്പോൾ സ്ഥിരമായിട്ട് അബ്രോഡ് നിൽക്കുന്ന ഡയറക്ടേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ആളുകൾക്ക് ആ കലണ്ടർ തുടങ്ങുന്നതിൻ്റെ ബിഗിനിങ് തന്നെ അതെന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു ഡിക്ലറേഷൻ കൊടുക്കാൻ പറ്റും. ആ ഡിക്ലറേഷൻ 1 ഇയറിന് വാലിഡാണ്. അപ്പോൾ ഫസ്റ്റ് ഡിക്ലെയർ ചെയ്താൽ തന്നെ, ബിഗിനിങ്ങിൽ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓരോ ബോർഡ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്ന സമയത്തും പിന്നെയും നമുക്ക് എന്ത് ചെയ്യേണ്ട, ആ ഡയറക്ടറിന് ഇൻറ്റിമേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ അങ്ങനെ ഒരു വർഷത്തേക്ക് ഡിക്ലെയർ ചെയ്തു എന്ന് വിചാരിച്ച് ആ ഒരു വർഷത്തെ എല്ലാ മീറ്റിങ്സിലും വീഡിയോ കോൺഫറൻസ് വഴി മാത്രമേ അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു റൂളില്ല. ആൾക്ക് സഫീഷ്യൻ്റ്ലി ഇൻറ്റിമേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു ബോർഡ് മീറ്റിങ്ങിൽ ഇപ്പോൾ ആൾക്ക് തോന്നുകയാണ് ആൾ നാട്ടിലേക്ക് വന്നു, അപ്പോൾ അടുത്ത ബോർഡ് മീറ്റിങ്ങിൽ ഇൻ പേഴ്സൺ അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കമ്പനിയെ ഇൻറ്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബോർഡ് മീറ്റിങ്ങിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇൻ പേഴ്സൺ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ദെൻ ഓഫീസർ ഹൂസ് ഡ്യൂട്ടി ഈസ് ടു ഗിവ് നോട്ടീസസ് ആൻഡ് ഫെയിൽസ്. നോട്ടീസ് കൊടുക്കാനുള്ള ഡ്യൂട്ടിയുള്ള ഓഫീസർ എന്ത് ചെയ്തു, നോട്ടീസ് കൊടുത്തില്ല, ആ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ പെനാൽറ്റി എന്ന് പറയുന്നത് ₹25,000 ആണ്. ദെൻ ഹൂ സെൻഡ്സ് ദ നോട്ടീസ് ഓഫ് ബോർഡ് മീറ്റിംഗ്. ബോർഡ് മീറ്റിങ്ങിൻ്റെ നോട്ടീസ് ആരാണ് സെൻഡ് ചെയ്യുന്നത്, കമ്പനി സെക്രട്ടറിയോ അല്ലെങ്കിൽ എനി പേഴ്സൺ ഓതറൈസ്ഡ് ബൈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓതറൈസ് ചെയ്ത മറ്റേതെങ്കിലും പേഴ്സൺ. കാൻ നോട്ടീസ് ഫോർ ബോർഡ് മീറ്റിംഗ് ബി സെൻഡ് വിയ മെയിൽ. ഇമെയിൽ വഴി സെൻഡ് ചെയ്യാൻ പറ്റുമോ നോട്ടീസ്? നേരത്തെ നമ്മൾ പറഞ്ഞു എന്ത്, ഹാൻഡ് വഴിയാവാം, പോസ്റ്റ് വഴിയാവാം, ഇലക്ട്രോണിക് മീൻസും ആവാം. അപ്പോൾ ഇമെയിൽ വഴി എന്ത് ചെയ്യാൻ പറ്റും, സെൻഡ് ചെയ്യാൻ പറ്റും. ദെൻ ഈസ് ഇറ്റ് നെസസറി ടു മെൻഷൻ ദ അജൻഡ ഓഫ് ദ ബോർഡ് മീറ്റിംഗ് ഇൻ നോട്ടീസ്. ബോർഡ് മീറ്റിങ്ങിൻ്റെ നോട്ടീസിൽ മീറ്റിങ്ങിൻ്റെ അജണ്ട മെൻഷൻ ചെയ്യൽ നിർബന്ധമാണോ എന്നുള്ളത്. അൺലെസ് മാൻഡേറ്റഡ് ബൈ ദ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ മാൻഡേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തല്ല, മാൻഡേറ്ററി അല്ല. ആസ് എ ഗുഡ് സെക്രട്ടേറിയൽ പ്രാക്ടീസ് വൺ ഷുഡ് ഇൻക്ലൂഡ് അജണ്ട. അതായത് ഒരു പ്രാക്ടീസ് എന്നുള്ള നിലക്ക് നോട്ടീസ് ഓഫ് മീറ്റിങ്ങിൽ അതെന്ത് അജണ്ട മെൻഷൻ ചെയ്യുക എന്നുള്ളത് നല്ലതാണ്. അങ്ങനെ ആകുമ്പോൾ വരുന്ന ഡയറക്ടേഴ്സിന്, മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വരുന്ന ഡയറക്ടേഴ്സിന് എന്തിനാണ് ഈ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് അറിയാൻ പറ്റുമല്ലോ. ദെൻ വാട്ട് ഇഫ് നോട്ടീസ് ഈസ് നോട്ട് സെൻഡ് ടു ഫ്യൂ ഡയറക്ടേഴ്സ്. ഓക്കെ, എല്ലാ ഡയറക്ടേഴ്സിനും നോട്ടീസ് കൊടുക്കണം എന്നുള്ളത് എന്താണ്, മാൻഡേറ്ററി ആണ്. പക്ഷേ ചില ഡയറക്ടേഴ്സിന് നോട്ടീസ് കൊടുത്തില്ല, ചില ഡയറക്ടേഴ്സ് നോട്ടീസ് കൊടുക്കാൻ ഫെയിൽ ആയിപ്പോയി. അങ്ങനത്തെ കേസിൽ എന്താണ് റൂൾ? ഇഫ് കൺസേൺഡ് പേഴ്സൺ ഫെയിൽസ് ടു സെൻഡ് നോട്ടീസ് ടു വൺ ഓർ മോർ ഡയറക്ടർ, ദെൻ ദ മീറ്റിംഗ് മേ ബി കൺസിഡേർഡ് വോയിഡ്. ആ മീറ്റിംഗ് എന്താവും, ഇൻവാലിഡ് ആവും, വോയിഡ് ആവും. ഓക്കെ, ഏതെങ്കിലും കുറച്ച് ഡയറക്ടേഴ്സിന് എന്ത് ചെയ്തില്ല, ഇൻറ്റൻഷനലി നോട്ടീസ് കൊടുത്തില്ല അല്ലെങ്കിൽ മറന്നുപോയി. അങ്ങനത്തെ കേസിൽ ആ നോട്ടീസ് ആ ബോർഡ് മീറ്റിംഗ് അങ്ങനത്തെ നോട്ടീസ് കൊടുത്ത് കണ്ടക്ട് ചെയ്ത ബോർഡ് മീറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ആ ബോർഡ് മീറ്റിംഗ് എന്താവും, വോയിഡ് ആവും. ആൻഡ് ആൾ റെസൊല്യൂഷൻ പാസ് മേ ബി ഡിക്ലെയർഡ് ഇൻവാലിഡ്. ആ ബോർഡ് മീറ്റിങ്ങിൽ
പാസ് ചെയ്ത എല്ലാ റെസൊല്യൂഷൻ എന്തായിട്ട് കൺസിഡർ ചെയ്യും? ഇൻവാലിഡ് ആയിട്ട് കൺസിഡർ ചെയ്യും. അൺലെസ് റാറ്റിഫൈഡ് ബൈ സച്ച് ഡയറക്ടർ ടു ഹൂം നോട്ടീസ് വാസ് ഇൻ സെൻഡ്. ഓക്കെ, ഈ നോട്ടീസ് കിട്ടാത്ത ഡയറക്ടേഴ്സ് പറയുകയാണ് ഇല്ല ഞങ്ങൾക്ക് കുഴപ്പമില്ല, എന്താണ് ഈ പറഞ്ഞ റെസൊല്യൂഷനൊക്കെ ഞങ്ങൾക്ക് സമ്മതമാണ്, ഡിസിഷൻസൊക്കെ ഞങ്ങൾക്ക് ഓക്കെ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നോട്ടീസ് അല്ലെങ്കിൽ ആ ബോർഡ് മീറ്റിംഗ് വാലിഡ് ആവും, ആ റെസൊല്യൂഷൻസും വാലിഡ് ആവും. അല്ലാന്നുണ്ടെങ്കിൽ ആ ബോർഡ് മീറ്റിംഗ് വോയിഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ദെൻ നോട്ടീസ് ഫോർ അഡ്ജേൺഡ് മീറ്റിംഗ്. Adjourned meeting is merely a continuation of original meeting and therefore fresh notice is not needed for adjourned meeting unless Articles of Association provides for fresh notice or meeting is adjourned synod for indefinite period. അതായത് അഡ്ജേൺഡ് മീറ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു മീറ്റിംഗ് കണ്ടക്ട് കോറം പ്രസൻറ്റ് ആവാത്തതുകൊണ്ടോ മറ്റെന്തെങ്കിലും റീസൺ കാരണം മീറ്റിംഗ് അഡ്ജേൺ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നോർമൽ കേസിൽ എന്ത് ചെയ്യേണ്ട? ഫ്രഷ് നോട്ടീസ് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പറയുന്നുണ്ട് ഫ്രഷ് നോട്ടീസ് കൊടുക്കണം എന്ന് മാൻഡേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്രഷ് നോട്ടീസ് കൊടുക്കണം. അതല്ലാത്ത കേസ് എന്ന് പറയുന്നത് മീറ്റിംഗ് അഡ്ജേൺ ചെയ്തു, പക്ഷേ ഇന്ന ഡേറ്റ്, സ്പെസിഫിക് ഡേറ്റോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. ഇൻഡെഫിനിറ്റ് പീരീഡ് നമുക്കിനി കണ്ടക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഏത് പീരീഡിൽ കണ്ടക്ട് ചെയ്യുന്നോ ഇന്ന ഡേറ്റിന് കണ്ടക്ട് ചെയ്യുന്നോ സ്പെസിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇൻഡെഫിനിറ്റ് പീരീഡിനാണ് അഡ്ജേൺ ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഫ്രഷ് നോട്ടീസ് എന്ത് ചെയ്യണം? ഇഷ്യൂ ചെയ്യണം. Then notice is to be sent to directors even if they have waived off their rights to receive notices. Okay, അതായത് എല്ലാ ഡയറക്ടേഴ്സിനും എന്ത് ചെയ്യണം? നോട്ടീസ് സെൻഡ് ചെയ്യണം. ഈവൻ ഇഫ് ദേ ഹാവ് വേവ്ഡ് ഓഫ് ദിയർ റൈറ്റ്സ്, നോട്ടീസ് റിസീവ് ചെയ്യാനുള്ള അവരുടെ റൈറ്റ്സ് അവർ വേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് എന്ത് ചെയ്യണം? നോട്ടീസ് സെൻഡ് ചെയ്യണം. Then in case of alternate director, notice is to be served to both alternate director and original director. ആൾട്ടർനേറ്റ് ഡയറക്ടറിൻ്റെ കേസിൽ നോട്ടീസ് എന്ത് ചെയ്യണം? ആൾട്ടർനേറ്റ് ഡയറക്ടറിനും കൊടുക്കണം, ഒറിജിനൽ ഡയറക്ടറിനും കൊടുക്കണം. Then similarly, notices need to be sent to all the interested directors as well. എല്ലാ ഇൻട്രസ്റ്റഡ് ഡയറക്ടേഴ്സിനും എന്ത് ചെയ്യണം? നോട്ടീസസ് കൊടുക്കണം. Then is it required to have board meetings each quarter? ഓരോ ക്വാർട്ടറിലും ബോർഡ് മീറ്റിംഗ് ഉണ്ടാവണമെന്ന് നിർബന്ധമുണ്ടോ? No such requirements. Then can a board meeting be held outside India? ഇന്ത്യക്ക് പുറത്ത് ഒരു ബോർഡ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നതിൽ പ്രശ്നമുണ്ടോ? യെസ്, നോ സച്ച് റെസ്ട്രിക്ഷൻ, അങ്ങനെ ഒരു പ്രശ്നം ഇല്ല. ക്യാൻ എ ബോർഡ് മീറ്റിംഗ് ടു ബി ഹെൽഡ് ഔട്ട്സൈഡ് ഇന്ത്യ? ഇന്ത്യക്ക് പുറത്ത് ബോർഡ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. യെസ്, ബോർഡ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ പറ്റും. നോ സച്ച് റെസ്ട്രിക്ഷൻ, അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ പറയുന്നില്ല. ക്യാൻ എ ബോർഡ് മീറ്റിംഗ് ബി ഹെൽഡ് ത്രൂ ഓഡിയോ മോഡ് വിത്തൗട്ട് വീഡിയോ ഫെസിലിറ്റി? വീഡിയോ ഫെസിലിറ്റി ഇല്ലാതെ നമ്മൾ ഫോൺ വിളിച്ചിട്ട് ഫോണിൽ കോൺഫറൻസ് വിളിച്ചിട്ട് ബോർഡ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം വീഡിയോ ഈസ് മസ്റ്റ്. ഡയറക്ടേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യണം? കാണാനും പറ്റണം, അവർ പറയുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കാനും പറ്റണം. Quorum of board meeting. Not applicable to one person company having only one director. ഒരു ഡയറക്ടർ മാത്രമുള്ള വൺ പേഴ്സൺ കമ്പനിക്ക് എന്തല്ല? quorum applicable അല്ല. ഒരു ഡയറക്ടർ മാത്രമുള്ള വൺ പേഴ്സൺ കമ്പനിക്ക് ബോർഡ് മീറ്റിങ്ങിന് റിക്വയർമെൻ്റ് ഇല്ല. Then quorum of board meeting. ജനറൽ റൂൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയർ ഓഫ് 1/3 ഓഫ് ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ഡയറക്ടേഴ്സ് ഓർ 2 ഡയറക്ടേഴ്സ്. ഓക്കെ, 1/3 ഓഫ് ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ 2 ഡയറക്ടേഴ്സോ വിച്ച് എവർ ഈസ് ഹയർ. അതായത് ഈ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കമ്പനിയിൽ 9 ഡയറക്ടേഴ്സ് ഉണ്ട്. 9 ഡയറക്ടേഴ്സ് ഉണ്ട്. അതിന് 1/3 എന്ന് പറയുന്നത് എത്രയാണ്? 3 ഡയറക്ടേഴ്സാണ്. ദെൻ എ പറഞ്ഞു 1/3 3 ഡയറക്ടേഴ്സ്. ദെൻ ബി എന്ന് പറയുന്നത് 2 ഡയറക്ടേഴ്സ്. ഇതിൻ്റെ ഹയർ എന്ന് പറയുന്നത് എത്രയാണ്? 3 ഡയറക്ടേഴ്സാണ്. അപ്പോൾ ഈ കേസിൽ എത്രയായിരിക്കും കോറം വരുന്നത്? 3 ആയിരിക്കും കോറം വരുന്നത്. ദെൻ അനന്തർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കമ്പനിയിൽ 3 ഡയറക്ടേഴ്സേ ഉള്ളൂ. ഓക്കെ, അതിൻ്റെ 1/3 എന്ന് പറയുന്നത് എത്രയാണ്? 1 ഡയറക്ടേഴ്സാണ്. ദെൻ 2 ഡയറക്ടേഴ്സ്. ഇതിൻ്റെ ഹയർ എന്ന് പറയുന്നത് എത്രയാണ്? 2 ഡയറക്ടേഴ്സാണ്. അപ്പോൾ ഈ കേസിൽ കോറം എന്ന് പറയുന്നത് എത്രയാണ്? 2 ഡയറക്ടേഴ്സാണ്. ദെൻ സെക്ഷൻ 8 കമ്പനീസിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ കോറം ഷാൾ ബി ലെസർ ഓഫ് 8 മെമ്പേഴ്സ് ഓർ 25% ഓഫ് ഇറ്റ്സ് സ്ട്രെങ്ത്. 8 ഇവിടെ ലോവറാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞാൽ ഹയർ ആണ് പറയുന്നത്, ഇവിടെ ലോവറാണ് പറയുന്നത്. ഒന്നെങ്കിൽ 8 മെമ്പേഴ്സ് അല്ലെങ്കിൽ 25% ഓഫ് ഇറ്റ്സ് സ്ട്രെങ്ത് എന്ന് പറയും. അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ 12 ഡയറക്ടേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, 12 ഡയറക്ടേഴ്സിൻ്റെ 25% എന്ന് പറയുന്നത് എത്രയാണ്? 3 ഡയറക്ടേഴ്സാണ്. ദെൻ എ എന്ന് പറയുന്നത് 8 മെമ്പേഴ്സാണ്. വിച്ച് എവർ ഈസ് ലോവർ? 3.
അപ്പോൾ 3 ആണ് ഇവിടെ വരുന്ന quorum. Then any fractions shall be rounded off as 1. അപ്പോൾ നേരത്തെ നമ്മൾ ഫസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞപ്പോൾ 9 ആണ് എടുത്തത്, 9 ഡയറക്ടേഴ്സ് ആണ് എടുത്തത്. അപ്പോൾ 10 ഡയറക്ടേഴ്സ് ആണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ, 10 ഡയറക്ടേഴ്സിൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 1/3 എടുക്കുന്ന സമയത്ത് പോയിന്റ് വരും, ഓക്കെ, ഫ്രാക്ഷൻ വരും. അപ്പോൾ ഏത് ഫ്രാക്ഷൻ വന്നു കഴിഞ്ഞാലും അത് 1 ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. ദെൻ ആർട്ടിക്കിൾസ് ഓഫ് കമ്പനി മേ പ്രൊവൈഡ് ഫോർ എ ഹയർ നമ്പർ ഓഫ് quorum. ഇതെന്ന് പറയുന്നത് എന്താണ്, ഒരു ജനറൽ റൂളാണ്. ഒക്കെ എന്ത് ചെയ്യാം, കമ്പനിയുടെ ആർട്ടിക്കിൾസിന് എന്ത് ചെയ്യാം, ഹയർ നമ്പർ ഓഫ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ പറയുന്നത് 1/3 ആണെന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾസ് പറയാണ് മിനിമം 4 ഡയറക്ടേഴ്സ് എങ്കിലും quorum പ്രസൻറ്റ് ചെയ്യണം എന്ന ആർട്ടിക്കിൾസ് പ്രത്യേകം സ്പെസിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ 4 മെമ്പേഴ്സ് ആയിരിക്കും ആ കമ്പനി, 4 ഡയറക്ടേഴ്സ് എന്നുള്ള ആ ഒരു കണക്കായിരിക്കും ആ കമ്പനിക്ക് ആപ്ലിക്കബിൾ ആവുക. ദെൻ ഡയറക്ടേഴ്സ് പാർട്ടിസിപ്പേറ്റിംഗ് ത്രൂ വീഡിയോ കോൺഫറൻസ് ഓർ ഓഡിയോ വിഷ്വൽ ഷാൽ ബി കൗണ്ടഡ് ഫോർ പർപ്പസ് ഓഫ് quorum. നേരത്തെ നമ്മൾ വീഡിയോ കോൺഫറൻസിൻ്റെ കേസ് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീഡിയോ കോൺഫറൻസ് വഴി അല്ലെങ്കിൽ ഓഡിയോ വിഷ്വൽ വഴി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഡയറക്ടേഴ്സിനെയും നമ്മൾ എന്ത് ചെയ്യും, കോറത്തിൽ കൗണ്ട് ചെയ്യും. ദെൻ quorum ടു ബി പ്രസൻറ്റ് ത്രൂ ഔട്ട് ദ മീറ്റിംഗ്, നോട്ട് ജസ്റ്റ് സ്റ്റാർട്ട്. quorum എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്തു, മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു, 3 ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു തുടക്കത്തിൽ, അപ്പോൾ quorum കൺഫേംഡ് ആയിരുന്നു, ഓക്കെ ആയിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ എണീറ്റ് പോയി. അപ്പോൾ 3 ആണ് മിനിമം, 3 മിനിമം ഡയറക്ടേഴ്സ് വേണം quorum കൺഫേം ചെയ്യാമെന്നുണ്ടെങ്കിൽ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഡയറക്ടർ എണീറ്റ് പോയാൽ അവിടെ quorum കട്ടായില്ലേ. അപ്പോൾ അങ്ങനെ പാടില്ല, സ്റ്റാർട്ടിങ് തൊട്ടിട്ട് എൻഡ് വരെ എന്ത് വേണം, quorum ഉണ്ടായിരിക്കണം. ഓക്കെ, ത്രൂ ഔട്ട് ദ മീറ്റിംഗ്, quorum ടു ബി പ്രസൻറ്റ് ത്രൂ ഔട്ട് ദ മീറ്റിംഗ് മുഴുവനായിട്ടും ആ quorum പ്രസൻ്റ് ആയിരിക്കണം. ദെൻ ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ഡയറക്ടേഴ്സ് നോട്ട് ടു ഇൻക്ലൂഡ് ദോസ് ഹൂസ് ഓഫീസ് ആർ വേക്കേറ്റഡ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഡയറക്ടേഴ്സിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ ഓഫീസ് വേക്കേറ്റ് ആവുന്ന കുറേ കേസുകളുണ്ട്. അപ്പോൾ അങ്ങനത്തെ കേസിൽ ഏതെങ്കിലും ഡയറക്ടേഴ്സിന് ഓഫീസ് വേക്കേറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പറഞ്ഞ quorumത്തിൽ കൗണ്ട് ചെയ്യാൻ പറ്റില്ല. ഇഫ് ദ നമ്പർ ഓഫ് കണ്ടിന്യൂയിങ് ഡയറക്ടേഴ്സ്. അപ്പോൾ എന്താണ് ഈ കണ്ടിന്യൂയിങ് ഡയറക്ടേഴ്സ്? കണ്ടിന്യൂയിങ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കമ്പനിയിൽ ABC എന്ന് പറഞ്ഞിട്ട് 3 ഡയറക്ടേഴ്സ് ഉണ്ട്. അതിൽ ബിയും സിയും പെട്ടെന്ന് എന്തെങ്കിലും കാരണം കൊണ്ട് മരിച്ചു പോയി എന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കി റിമൈനിങ് ആയിട്ടുള്ളത് ആര് മാത്രമാണ്, എ മാത്രമാണ് ബാക്കി റിമൈനിങ് ആയിട്ടുള്ളത്. എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. ഇതിൽ എ മാത്രമാണ് എന്തുള്ളത്, റിമൈനിങ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ കേസിൽ quorum ഉണ്ടോ, മിനിമം 2 ഡയറക്ടേഴ്സെങ്കിലും quorum പ്രസൻ്റ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കേസിൽ എ മാത്രമാണ് കണ്ടിന്യൂയിങ് ഡയറക്ടർ ആയിട്ടുള്ളത്. അപ്പോൾ പുതിയ quorum ഫിൽ ആവണമെന്നുണ്ടെങ്കിൽ പുതിയ ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പുതിയ ഡയറക്ടേഴ്സിനെ എലക്ട് ചെയ്യണം. പുതിയ ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യണമെങ്കിലും എലക്ട് ചെയ്യണമെങ്കിലും ബോർഡ് ഓഫ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണം. ബോർഡ് ഓഫ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ quorum പ്രസൻ്റ് ആവണ്ടേ. അപ്പോൾ ഈ കേസിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനത്തെ അർജൻറ്റ് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ എമർജൻസി സിറ്റുവേഷനിൽ ഈ പറഞ്ഞ കണ്ടിന്യൂയിങ് ഡയറക്ടേഴ്സിന് 2 എമർജൻസി പവേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന്, ഇൻക്രീസ് ദ നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് ടു ദാറ്റ് ഫിക്സഡ് ഫോർ quorum. ആ quorum ഫിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ quorum ഫിൽ ആകാൻ ആവശ്യമുള്ള എത്ര ഡയറക്ടേഴ്സിനെയാണോ അത്രയും ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള പവർ ഈ പറഞ്ഞ കണ്ടിന്യൂയിങ് ഡയറക്ടേഴ്സിന് ഉണ്ടാവും. ദെൻ സമ്മണിങ് എ ജനറൽ മീറ്റിംഗ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ജനറൽ മീറ്റിംഗ് സമ്മൺ ചെയ്യാനുള്ള പവറും ഈ പറഞ്ഞ കണ്ടിന്യൂയിങ് ഡയറക്ടേഴ്സിന് ഉണ്ടാവും. കണ്ടിന്യൂയിങ് ഡയറക്ടേഴ്സ് എന്നുള്ള കോൺസെപ്റ്റ് ചില എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്ന സമയത്തും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതായത് ആ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുമ്പോൾ അപ്പോൾ ഡയറക്ടർഷിപ്പിലുള്ള ഡയറക്ടേഴ്സിനെ നമ്മൾ കണ്ടിന്യൂയിങ് ഡയറക്ടേഴ്സിന് പറയാറുണ്ട്. ദെൻ വേർ ഇൻട്രസ്റ്റഡ് ഡയറക്ടർ. എന്താണ് അപ്പോൾ ഇൻട്രസ്റ്റഡ് ഡയറക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എ ലിമിറ്റഡ്, ബി ലിമിറ്റഡ്. ഓക്കെ, എ ലിമിറ്റഡ് ബി ലിമിറ്റഡുമായിട്ട് ഒരു കോൺട്രാക്റ്റ്, ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുകയാണ്. ഫോർ എക്സാമ്പിൾ എ ലിമിറ്റഡ് ബി ലിമിറ്റഡിൽ നിന്ന് ഒരു അസറ്റ്, വലിയൊരു അസറ്റ് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ എ ലിമിറ്റഡിൽ ഡയറക്ടറായിട്ടുള്ള അർജുൻ എന്ന് പറയുന്ന ആൾ ബി ലിമിറ്റഡിൽ എന്താണ്, വേറെ മെമ്പറാണ്. ഓക്കെ, എ ലിമിറ്റഡിൽ ഡയറക്ടറായിട്ടുള്ള അർജുൻ എന്ന് പറയുന്ന ആൾക്ക് ബി ലിമിറ്റഡിൽ എന്തുണ്ട്, ഷെയർ ഉണ്ട്, അതായത് അവിടുത്തെ മെമ്പറാണ്. അപ്പോൾ ഈ എഗ്രിമെൻറ്റ്, ഇവർ തമ്മിലുള്ള ഈ എഗ്രിമെൻറ്റിൽ ഈ പറഞ്ഞ അർജുൻ എന്ന് പറഞ്ഞ ഡയറക്ടറിന് എന്തുണ്ടാവും, ഒരു ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും. ആ ഇൻട്രസ്റ്റ് ഉള്ള ഡയറക്ടേഴ്സിനെയാണ്, അങ്ങനെയുള്ള ഇൻട്രസ്റ്റ് ഉള്ള ഡയറക്ടേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻട്രസ്റ്റഡ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, then where interested director more than or equal to 2/3 of total strength of directors. ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ 2/3 അതിൽ കൂടുതലോ ഇൻട്രസ്റ്റഡ് ഡയറക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ quorum എന്തായിരിക്കും, ബോർഡ് മീറ്റിങ്ങിൻ്റെ quorum എന്ന് പറയുന്നത് ഷാൾ ബി ഹയർ ഓഫ് നമ്പർ ഓഫ് നോൺ ഇൻട്രസ്റ്റഡ് ഡയറക്ടർ പ്രസൻറ്റ് അറ്റ് സച്ച് മീറ്റിംഗ്. ആ മീറ്റിങ്ങിൽ പ്രസൻറ്റ് ആയിട്ടുള്ള നോൺ ഇൻട്രസ്റ്റഡ് ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ മിനിമം 2 ഡയറക്ടേഴ്സോ വിച്ച് എവർ ഈസ് ഹയർ ആണ് quorum കൺസിഡർ ചെയ്യാം. ദെൻ
പ്രൈവറ്റ് കമ്പനീൻ്റെ കേസിൽ ഇൻട്രസ്റ്റഡ് ഡയറക്ടറിന് എന്ത് ചെയ്യാം, ആ മീറ്റിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. മാത്രമല്ല കോറത്തിൽ എന്ത് ചെയ്യും, കൗണ്ട് ചെയ്യും. സബ്ജക്റ്റ് ടു ദ ഡിസ്ക്ലോഷർ ഓഫ് ഇൻട്രസ്റ്റ് അണ്ടർ സെക്ഷൻ 184. അതെന്ത് ചെയ്യണം, ഇൻട്രസ്റ്റ് ഡിസ്ക്ലോസ് ചെയ്യണം കേട്ടോ. ദെൻ ഇഫ് മീറ്റിംഗ് കുഡ് നോട്ട് ബി ഹെൽഡ് ഫോർ വാണ്ട് ഓഫ് കോറം, അതായത് കോറം ഫില്ലാവാത്തൊരു കേസ് കാരണം എന്താണ്, മീറ്റിംഗ് ഹെൽഡ് ചെയ്യാൻ പറ്റില്ല. ആ ബോർഡ് മീറ്റിംഗ് എന്തായി, ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ കേസിൽ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് അഡ്ജേൺമെൻറ്റ് ഉണ്ടാവും. മീറ്റിംഗ് ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജേൺ ചെയ്യപ്പെടും. അത് എന്നൊക്കെ അഡ്ജേൺ ചെയ്യുക, നെക്സ്റ്റ് വീക്ക് സെയിം ഡേ സെയിം ടൈം പ്ലേസിലേക്ക് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജേൺ ചെയ്യും. ആ ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജേൺ ചെയ്യുന്ന ആ ഒരു ദിവസം നാഷണൽ ഹോളിഡേ ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സക്സീഡിങ് ഡേ വിച്ച് ഇസ് നോട്ട് നാഷണൽ ഹോളിഡേ. ഓക്കെ, നെക്സ്റ്റ് ഫ്രൈഡേ ഒക്കെ ആണ് അഡ്ജേൺ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഫ്രൈഡേ എന്താണ്, ഒരു നാഷണൽ ഹോളിഡേ ആണെന്നുണ്ടെങ്കിൽ സാറ്റർഡേ എന്ത് ചെയ്യും, നമ്മൾ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യും. അതും എന്തായിരിക്കരുത്, നാഷണൽ ഹോളിഡേ ആയിരിക്കരുത്. ദെൻ അഡീഷണൽ പോയിൻറ്റ്സ്. ക്യാൻ ദ ബോർഡ് മീറ്റിംഗ് ബി ഇനീഷ്യലി ഷെഡ്യൂൾഡ് ഓൺ എ നാഷണൽ ഹോളിഡേ? നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്ന സമയത്ത് തന്നെ നാഷണൽ ഹോളിഡേയിൽ ബോർഡ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നതിന് പ്രശ്നമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതായത് ഓട്ടോമാറ്റിക് അഡ്ജേൺമെൻറ്റിൻ്റെ കേസിൽ നാഷണൽ ഹോളിഡേ പറ്റത്തില്ല. പക്ഷെ നമ്മൾ ബോർഡ് മീറ്റിംഗ് ഇന്ന ദിവസം നമുക്ക് കണ്ടക്ട് ചെയ്യാമെന്ന് ഷെഡ്യൂൾ ചെയ്യാം. ആ സമയത്ത് തന്നെ നാഷണൽ ഹോളിഡേ ആണ് നമുക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഷെഡ്യൂൾ ചെയ്തതിന് പ്രശ്നമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അല്ല, നമുക്കതിനെ കണ്ടക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. യെസ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടക്ട് ചെയ്യാൻ പറ്റും. ദെൻ പ്രൊവിഷൻ ഓഫ് നാഷണൽ ഹോളിഡേ അപ്ലൈസ് ഓൺലി ടു ഓട്ടോമാറ്റിക്കലി അഡ്ജേൺഡ് മീറ്റിംഗ്. ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജേൺ ചെയ്യുന്ന മീറ്റിങ്ങിന് മാത്രമാണ് നാഷണൽ ഹോളിഡേൻ്റെ പ്രൊവിഷൻ അപ്ലിക്കബിൾ ആകുന്നത്. ദ ഒറിജിനൽ മീറ്റിംഗ് ക്യാൻ ബി ഹെൽഡ് ഓൺ എ നാഷണൽ ഹോളിഡേ. ഒറിജിനൽ മീറ്റിംഗ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നാഷണൽ ഹോളിഡേയിൽ കണ്ടക്ട് ചെയ്യാൻ പറ്റും. ഇൻ ഫാക്ട് മീറ്റിംഗ്സ് വോളണ്ടറിലി അഡ്ജേൺഡ് ബൈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മേ ബി ഹെൽഡ് ഓൺ എ നാഷണൽ ഹോളിഡേ. അതായത് ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജേൺ ചെയ്തതല്ല, കോറം ഫില്ലാവാത്തതുകൊണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റീസൺ കാരണം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വോളണ്ടറിലി അഡ്ജേൺ ചെയ്യുന്ന കേസാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നാഷണൽ ഹോളിഡേയിൽ നമുക്ക് ഹെൽഡ് ചെയ്യാൻ പറ്റും. സൺഡേ ഈസ് നോട്ട് എ നാഷണൽ ഹോളിഡേ. സൺഡേ എന്തല്ല, ഒരു നാഷണൽ ഹോളിഡേ ആയിട്ട് കൺസിഡർ ചെയ്യില്ല. ദെൻ വുഡ് ആൾട്ടർനേറ്റ് ഡയറക്ടർ ബി ഇൻക്ലൂഡഡ് ഇൻ കോറം? ആൾട്ടർനേറ്റ് ഡയറക്ടറിനെ നമുക്ക് കോറത്തിൽ കൗണ്ട് ചെയ്യാൻ പറ്റും. യെസ്, കാരണം എന്താണ്, ഒറിജിനൽ ഡയറക്ടറിന് പകരമായിട്ടാണ് നമ്മൾ ആൾട്ടർനേറ്റ് ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ അവിടെ ഒറിജിനൽ ഡയറക്ടറിൻ്റെ ആ ഒരു പൊസിഷനിലാണ് ആൾട്ടർനേറ്റ് ഡയറക്ടർ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആൾട്ടർനേറ്റ് ഡയറക്ടറിനെ എന്ത് ചെയ്യാൻ പറ്റും, കോറത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ദെൻ ഒരു വീഡിയോ കോൺഫറൻസ് ബോർഡ് മീറ്റിംഗ് ആണെന്ന് വിചാരിക്കാം. അങ്ങനത്തെ ബോർഡ് മീറ്റിങ്ങിൽ ഒറിജിനൽ ഡയറക്ടറും പ്രസൻ്റ് ആണ്, ആൾട്ടർനേറ്റ് ഡയറക്ടറും പ്രസൻ്റ് ആണ്. അങ്ങനത്തെ കേസിൽ കോറം കൗണ്ട് ചെയ്യുന്ന സമയത്ത് രണ്ടുപേരും രണ്ട് തവണ, അതായത് ഒറിജിനൽ ഡയറക്ടറിനെയും കൗണ്ട് ചെയ്യുന്ന ആൾട്ടർനേറ്റ് ഡയറക്ടറിനെയും രണ്ടുപേരും ഒരുമിച്ച് കൗണ്ട് ചെയ്യണം, അത് ഒരാളെ മാത്രം കൗണ്ട് ചെയ്താൽ മതിയോ എന്നാണ് ചോദ്യം. ഒറിജിനൽ ഡയറക്ടറിനെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഈ കേസിൽ നമ്മൾ കൺസിഡർ ചെയ്തുള്ളൂ. വോട്ട് ചെയ്യുന്ന കേസിലാണെങ്കിലും കോറം കൗണ്ട് ചെയ്യുന്ന കേസിലാണെങ്കിലും ഒറിജിനൽ ഡയറക്ടറിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ എന്ന് വിചാരിച്ച് ആൾട്ടർനേറ്റ് ഡയറക്ടറുടെ ഓഫീസ് എന്താവുന്നില്ല, വേക്കേറ്റ് ആവുന്നില്ല. ഓക്കെ, ക്യാൻ ദ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പ്രൊവൈഡ് ക്യാപ് ഓഫ് മാക്സിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് കോറം? അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, കോറത്തിൻ്റെ ഇത്ര മിനിമം ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ കോറം ഫില്ലാവുള്ളൂ എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും, AOക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. പക്ഷേ മാക്സിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സിനെ AOക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റില്ല, പറ്റില്ല. ദെൻ പാസിംഗ് ഓഫ് റെസൊല്യൂഷൻ ബൈ സർക്കുലേഷൻ. സർക്കുലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, റെസൊല്യൂഷൻ പാസ്സാക്കുക. ഈ കേസ് എപ്പോഴാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്പനിയിൽ നമുക്ക് കുറേ ചെറിയ കാര്യങ്ങൾ ചെയ്യേണ്ട. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന കേസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടാകുന്ന സമയത്ത് ഓരോ കാര്യത്തിൽ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടും റെസൊല്യൂഷൻ പാസ്സാക്കേണ്ടി വരും. ഓക്കെ, ഓരോ റെസൊല്യൂഷൻ പാസ്സാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ ബോർഡ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഡയറക്ടേഴ്സിന് എന്താണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ട്രാവലിംഗ് ചാർജും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ ബുദ്ധിമുട്ടുണ്ടാകും, ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് റെസൊല്യൂഷൻ ബൈ സർക്കുലേഷൻ നമുക്ക് ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് യൂസ് ചെയ്യാം. അതായത് അതെങ്ങനെ വർക്ക് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള റെസൊല്യൂഷൻ എല്ലാ ഡയറക്ടേഴ്സിൻ്റെ ഇടയിലും സർക്കുലേറ്റ് ചെയ്യും. അവരുടെ കമ്പനിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അഡ്രസ്സിലേക്ക് എന്ത് ചെയ്യും, പോസ്റ്റ് വഴിയോ ഹാൻഡ് ഡെലിവറി വഴിയോ അല്ലെങ്കിൽ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക് മോഡ്, ഇമെയിലോ ഫാക്സോ വഴിയോ ആയിട്ട് എന്ത് ചെയ്യും, അയക്കും. കൂടെ നെസസറി ആയിട്ടുള്ള പേപ്പേഴ്സും കൂടെ ചേർത്തിട്ട് അയക്കും. അല്ലെങ്കിൽ ഡയറക്ടേഴ്സിനും അയക്കും, അല്ലെങ്കിൽ മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റിയിലെ മെമ്പേഴ്സിലേക്കും അയക്കും.
എന്നിട്ട് മെജോറിറ്റി ഓഫ് ദ ഡയറക്ടേഴ്സ് ഹു ആർ എൻടൈറ്റിൽഡ് ടു വോട്ട് ഓൺ ദ റെസൊല്യൂഷൻ, ഈ റെസൊല്യൂഷൻ വോട്ട് ചെയ്യാൻ എൻടൈറ്റിൽഡ് ആയിട്ടുള്ള അവകാശം ഉള്ള ആ ഡയറക്ടേഴ്സിൻ്റെ മെജോറിറ്റി ഡയറക്ടേഴ്സും അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ റെസൊല്യൂഷൻ എന്തായി, പാസ്സായി. ഇല്ലയെന്നുണ്ടെങ്കിൽ അത് റിജക്റ്റായി. ഓക്കെ, അപ്പോൾ ഹു ആർ എൻടൈറ്റിൽഡ് ടു വോട്ട് ഓൺ ദ റെസൊല്യൂഷൻ വോട്ട് ചെയ്യാൻ എൻടൈറ്റിൽഡ് ആയിട്ട് ഡയറക്ടേഴ്സ് എന്ന് പറയാൻ കാരണം എന്താണ്, എൻടൈറ്റിൽഡ് അല്ലാത്ത ഡയറക്ടേഴ്സ് ഉണ്ടാവും. ദാറ്റ് ഈസ് ഇൻട്രസ്റ്റഡ് ഡയറക്ടേഴ്സ് വോട്ട് നോട്ട് ബി കൺസിഡേർഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള അല്ലെങ്കിൽ ആ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കുന്നതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ് ഉണ്ടാവും. ഓക്കെ, ഇൻട്രസ്റ്റഡ് ഡയറക്ടേഴ്സിൻ്റെ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അങ്ങനത്തെ ഡയറക്ടേഴ്സിൻ്റെ വോട്ട് നമ്മൾ എന്ത് ചെയ്യില്ല, ഇതിൽ കൺസിഡർ ചെയ്യില്ല. ഓക്കെ, then provided that if more than or equal to 1/3 of total directors require that this resolution must be decided at a meeting. അതായത് ടോട്ടൽ ഡയറക്ടേഴ്സ്, അതിൽ ഇൻട്രസ്റ്റഡ് ഡയറക്ടേഴ്സ് ഉണ്ടാവും, അല്ലാത്ത ഡയറക്ടേഴ്സ് ഉണ്ടാവും, എല്ലാ ഡയറക്ടേഴ്സും കൂടെ ടോട്ടൽ ഡയറക്ടേഴ്സ്. ഓക്കെ, ആ ടോട്ടൽ ഡയറക്ടേഴ്സിൻ്റെ 1/3 അതിൽ കൂടുതലോ ഉള്ള ഡയറക്ടേഴ്സ് പറയാണ് ഈ റെസൊല്യൂഷൻ എന്ത് ചെയ്താൽ പോരാ, സർക്കുലേറ്റ് ചെയ്തിട്ട് പാസ് ചെയ്താൽ പോരാ, ഒരു മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്ത് ആ മീറ്റിങ്ങിൽ ഡിസ്കസ് ചെയ്ത് ആ മീറ്റിങ്ങിൽ തന്നെ എന്ത് ചെയ്യണം, പാസ്സാക്കണം എന്ന് പറയാണ്. ഓക്കെ, റെസൊല്യൂഷൻ ബൈ സർക്കുലേഷൻ എന്താ, എല്ലാവരുടെ വീട്ടിലേക്കും അല്ലെങ്കിൽ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കുന്നു, എന്നിട്ട് അതിൻ്റെ അപ്രൂവൽ മേടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് പോരാ, ഈ ഡിസിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്തിട്ട് ആ മീറ്റിങ്ങിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ട് ഡിസൈഡ് ചെയ്യണമെന്ന് ടോട്ടൽ ഡയറക്ടേഴ്സിൻ്റെ 1/3 അതിൽ കൂടുതലോ ഡയറക്ടേഴ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ, റിക്വയർമെൻറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ചെയർപേഴ്സൺ എന്ത് ചെയ്യണം, ഒരു മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്തിട്ട് റെസൊല്യൂഷൻ ആ മീറ്റിങ്ങിൽ എന്ത് ചെയ്യണം, പുട്ട് ചെയ്യണം. ദെൻ ഇനി അതല്ല, റെസൊല്യൂഷൻ ബൈ സർക്കുലേഷൻ വഴി തന്നെ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയെന്ന് തന്നെ വിചാരിക്കാം. അങ്ങനെ ഡിസൈഡ് ചെയ്തു, റെസൊല്യൂഷൻ പാസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ റെസൊല്യൂഷൻ്റെ ആ ഒരു സംഭവം അതെന്ത് ചെയ്യണം, സബ്സിക്വൻറ്റ് മീറ്റിംഗ് വരുമല്ലോ, അത് കഴിഞ്ഞിട്ട് വരുന്ന ബോർഡ് മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സിൽ എന്ത് ചെയ്യണം, നോട്ട് ചെയ്യണം. ചില ആക്ഷൻസിന് റെസൊല്യൂഷൻ ബൈ സർക്കുലേഷൻ എന്തല്ല, അലൗഡ് അല്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സെക്ഷൻ 161 ക്യാഷ്വൽ വേക്കൻസി, പവർ ഓഫ് ബോർഡ്, പൊളിറ്റിക്കൽ കോൺട്രിബ്യൂഷൻ, പിന്നെ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ്, ഈ കേസിലൊന്നും എന്തല്ല, റെസൊല്യൂഷൻ ബൈ സർക്കുലേഷൻ അലൗഡ് അല്ല. അതായത് കമ്മിറ്റി ഓഫ് ഡയറക്ടേഴ്സ്, ഓഡിറ്റ് കമ്മിറ്റിയൊക്കെ റെസൊല്യൂഷൻ ബൈ സർക്കുലേഷൻ, ഓക്കെ, കമ്മിറ്റി ഓഫ് ഡയറക്ടേഴ്സ് ഓഡിറ്റ് കമ്മിറ്റിക്കൊക്കെ റെസൊല്യൂഷൻ ബൈ സർക്കുലേഷൻ വഴി റെസൊല്യൂഷൻ പാസ്സാക്കാൻ പറ്റും, ഇസ് അബ്സല്യൂട്ട്ലി. ദെൻ ഡിഫക്ട്സ് ഇൻ അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടർ നോട്ട് ടു ഇൻവാലിഡേറ്റ് ആക്ഷൻസ് ടേക്കൻ. അതായത് acts of director shall not be deemed invalid merely on the ground that it was subsequently noted that his appointment was invalid by reason of any defect or disqualification or had terminated by virtue of any provision contained in this act or in the articles of the company, provided that if company had noticed that such appointment has become invalid, act not valid. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കമ്പനിയിൽ ഒരു ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്തു. ഓക്കെ, ABC ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ അർജുൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്തു. അപ്പോൾ അർജുനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അർജുൻ എന്താണ്, എന്തെങ്കിലും ഒരു അതായത് ഡയറക്ടർ ഡിസ്ക്വാളിഫൈഡ് ആവുന്ന കുറേ സിറ്റുവേഷൻസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ കാരണം അർജുൻ ഓൾറെഡി എന്താണ്, ഡിസ്ക്വാളിഫൈഡ് ആണ്. പക്ഷേ ആ കാര്യം ഈ പറയുന്ന ABC ലിമിറ്റഡ് കമ്പനിക്ക് അറിയത്തില്ല. ABC ലിമിറ്റഡ് കമ്പനി ഇതൊന്നും അറിയാതെ എന്ത് ചെയ്തു, അർജുനെ അപ്പോയിൻറ്റ് ചെയ്തു. അർജുനെ അപ്പോയിൻറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം അർജുൻ എന്ത് ചെയ്തു, കമ്പനിയുടെ ബിഹാഫിൽ ഒരു എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്തു, അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷനിൽ എൻ്റർ ചെയ്തു. അപ്പോൾ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഒരു എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്തു. അത് സൈൻ ചെയ്ത് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കമ്പനി അറിയുന്നത് എന്ത്, ഈ അർജുൻ എന്താണ്, ഡിസ്ക്വാളിഫൈഡ് ആയിരുന്നു. അപ്പോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ എന്തായിരുന്നു, ഡിസ്ക്വാളിഫൈഡ് ആയിരുന്നു. അങ്ങനെ ഡിസ്ക്വാളിഫൈഡ് ആയതിനു ശേഷമാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ശരിക്കും എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുന്നത്. എങ്കിൽ പോലും ആ എഗ്രിമെൻറ്റ് എന്താവില്ല, വോയിഡ് ആവില്ല. കാരണം എന്താണ്, കമ്പനിക്ക് ആ സമയത്ത് ഈ പറയുന്ന അർജുൻ ഡിസ്ക്വാളിഫൈഡ് ആണ് എന്നുള്ളത് കാര്യം അറിയണ്ടായിരുന്നില്ല. എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്ന സമയത്ത് അറിയണ്ടായിരുന്നില്ല. പക്ഷെ കമ്പനി എന്ന് തൊട്ട് അറിയുന്നു അന്ന് തൊട്ട് ഉണ്ടാവുന്ന എല്ലാ ട്രാൻസാക്ഷൻസും എഗ്രിമെൻറ്റ്സിലും ഈ പറയുന്ന അർജുൻ എൻട്രി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്താവും, വോയിഡാവും. അതായത് കമ്പനിക്ക് നോളജ് ഇല്ലാത്തൊരു കേസാണെന്നുണ്ടെങ്കിൽ, കമ്പനി ലേറ്ററാണ് ഫൗണ്ട് ചെയ്യുന്നതെങ്കിൽ അതിന് മുമ്പ് ഉണ്ടായിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെ ആ ഒരു ഡയറക്ടറിൻ്റെ ആക്ട്സ് എന്താവില്ല, ഷാൾ നോട്ട് ബി ഡീംഡ് ഇൻവാലിഡ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. ഓക്കെ, ചിലപ്പം അപ്പോയിൻറ്റ് ചെയ്യുന്ന സമയത്താവാം, അല്ലെങ്കിൽ അപ്പോയിൻറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ആൾ ഡിസ്ക്വാളിഫൈഡ് ആയി, കമ്പനി അറിഞ്ഞിട്ടില്ല. അതിന് ശേഷം ആൾ ചില ട്രാൻസാക്ഷൻസിൽ എൻട്രി ചെയ്തു. ആ ഒരൊറ്റ റീസൺ കൊണ്ട് അതെന്താവില്ല, ആ ഒരു
ട്രാൻസാക്ഷൻ ഇൻവാലിഡ് ആവത്തില്ല. കാരണം എന്താണ്, കമ്പനിക്ക് അറിയില്ല. പക്ഷെ കമ്പനി അറിഞ്ഞു, ഓക്കെ, അറിഞ്ഞതിന് ശേഷം ആ ആൾ ഡയറക്ടർ എന്തെങ്കിലും ട്രാൻസാക്ഷനിലോ എന്തെങ്കിലും ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ അത് എന്തായിട്ട് കൺസിഡർ ചെയ്യും, വോയിഡായിട്ട് കൺസിഡർ ചെയ്യും. സോ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.